ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പച്ചച്ചക്ക വെച്ചിട്ട് ഒരു ചക്ക മിച്ചറാണ്. ആദ്യം നമുക്ക് പച്ചച്ചക്ക മിക്സിയിലിട്ട് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. നമുക്ക് അരിച്ചെടുക്കുന്നതും കാണാം. അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. ആവശ്യമുള്ളത് പച്ചച്ചക്ക മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കടലപ്പൊടി, കായപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ആദ്യം നമുക്ക് കടലപ്പൊടി ഇടാം. ഒരു കപ്പ് കടലപ്പൊടി ഇട്ടു. കായപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞങ്ങളുടെ അടുത്ത് കായപ്പൊടി ഇല്ല, അതുകൊണ്ട് ഞാൻ കായ വെള്ളത്തിലിട്ട് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മുളക് പൊടി, ആവശ്യത്തിനുള്ള 2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ലൂസ് ആയതുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ച് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയി കഴിഞ്ഞു. നിങ്ങളുടെ മാവ് ലൂസ് ആണെന്നെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കടലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മാവ് നൂൽപ്പൊടി ചുടുന്ന പാത്രത്തേക്ക് ഇടാം. ഇപ്പോൾ ഞാൻ മാവ് നൂൽപുട്ട് ചുടുന്ന പാത്രത്തേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് എണ്ണയിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. എനിക്ക് പ്രസ് ചെയ്യാൻ പേടിയായതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മച്ചിയുടെ അടുത്താണ് പ്രസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്കിത് പ്രസ് ചെയ്യാൻ കൊണ്ടുപോകാം. എണ്ണ ഒഴിച്ച് ഇത് നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പച്ചച്ചക്ക കൊണ്ടുള്ള ചക്ക മിച്ചർ റെഡി ആയി കഴിഞ്ഞു. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ടേസ്റ്റി ആയിട്ടുണ്ട്. ഇപ്പൊ എല്ലാ കുട്ടികളും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇനി പുറത്തു നിന്നും കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.